വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വാർത്തയ്ക്ക് വിലക്ക്. വിഷയെടുത്തോ ഷുവർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ട് വിനീത വീച്ചിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. എറണാകുളം കുറുപ്പംപടി പോലീസിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന ആക്ഷേപം. കേസ് നിയമവഴിയിൽ നേടാൻ 24. ശ്യാം കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്തായാലും ഈ സംഭവത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കേസ് എല്ലാ തരത്തിലും നിയമവഴിയിലൂടെ നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? കേസ് നിയമവഴിയിൽ നേരിടുമെന്ന് നമ്മുടെ ചീഫ് എഡിറ്റർ തന്നെയാണ് പ്രഖ്യാപിച്ചത്. കാരണം നിയമവ്യവസ്ഥയിൽ അത്രത്തോളം വിശ്വസിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്ന കാര്യം അവർക്ക് പോലും ഉറപ്പാണ്. കാരണം വിചാരണ ഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഗൂഢാലോചന എന്ന് തെളിയിക്കുക അവർക്ക് അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ നിർഭയമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ കേസിലുള്ളത്. സ്വാഭാവികമായും ഇത് കോടതിയിലെത്തുമ്പോൾ ഒരുപക്ഷെ കോടതി പോലും ചോദ്യം ചെയ്യപ്പെടാം. മുൻപ് KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തപ്പോൾ എങ്ങനെ വധശ്രമത്തിനുള്ള കേസ് നിലനിൽക്കുമെന്ന് കോടതി ചോദിച്ചിരുന്നു. അതേ സാഹചര്യം ഈ കേസിലും ഉണ്ടാകുമോ എന്നുള്ളത് ഏതായാലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിർഭയമായി വാർത്ത റിപ്പോർട്ട് ചെയ്യാനും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനും എത്തുന്നവർക്കെതിരെ വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കുന്നത് ഏത് രീതിയിൽ നീതീകരിക്കപ്പെടുമെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. അതിനെതിരായിട്ടാണ് ഇന്നലെ പൊതുസമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതികരണം ഉണ്ടായതും. ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഭരണപക്ഷത്തു നിന്നുണ്ടായേ തീരൂ. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ, വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ ഗൂഢാലോചന, വധശ്രമം എന്നീ വകുപ്പുകൾ എന്തിന് എടുത്തു എന്ന് അവർ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടി വരും. ഏതായാലും വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഈ FIR, കോടതിയിലെത്തിയ ഈ FIR-ൽ പ്രോസിക്യൂഷൻ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഷുവർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ട് വിനീത വീച്ചിക്കെതിരെ കേസെടുത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ശ്യാം കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സിന് ഇന്ന് സമാപനം. വൈകിട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് സമാപനം. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നീക്കമെന്നാരോപിച്ച് ഇന്ന് കോൺഗ്രസ് DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. നവകേരള സദസ്സിനെതിരെ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇന്ന് നടക്കും. മന്ത്രിസഭയൊന്നാകെ ജനങ്ങളിലേക്ക് എന്ന പ്രഖ്യാപനത്തോടെയാണ് സർക്കാർ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. പരാതി പരിഹാര സംവിധാനമുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. 140 മണ്ഡലങ്ങളിലെയും പര്യടനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ വിവാദങ്ങൾക്കും ചൂടേറി. മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ ആഡംബര ബസ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവന്നതോടെ വിവാദം റോക്കറ്റ് പോലെ കുതിച്ചു. മന്ത്രിമാർ പരാതികൾ നേരിട്ട് കേൾക്കുന്നില്ലെന്നും പരിഹാരം കാണുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷവും പ്രതിരോധവുമായി ഭരണപക്ഷ യുവജന സംഘടനകളും കളം നിറഞ്ഞതോടെ നവകേരള സദസ്സിന്റെ റൂട്ട് പൂർണ്ണമായും വിവാദ വഴിയിലേക്ക് മാറി. പ്രതിഷേധക്കാർക്കെതിരായ ആക്രമണത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുക കൂടി ചെയ്തതോടെ അന്തരീക്ഷം കലുഷിതമായി. വിവാദങ്ങളും വാക്പോരും കൊണ്ട് സമ്പന്നമായ നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുമ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്നതാണ് പ്രധാന ചോദ്യം. ലഭിച്ച പരാതികളിൽ എത്ര എണ്ണത്തിന് എന്ത് പരിഹാരമുണ്ടാക്കിയെന്നത് മറ്റൊരു ചോദ്യം. സദസ്സിലെ ജനസാന്നിധ്യം ചൂണ്ടിക്കാട്ടിയാകും പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷം പ്രതിരോധിക്കുക. നവകേരള സദസ്സ് സമാപിച്ചാലും വിവാദങ്ങൾ ഉടൻ കെട്ടടങ്ങില്ലെന്ന് ചുരുക്കം. തലസ്ഥാന ജില്ലയിലെ 5 മണ്ഡലങ്ങളിലാണ് ഇന്ന് മന്ത്രിസഭയുടെ പര്യടനം. വൈകിട്ട് വട്ടിയൂർക്കാവിൽ സമാപനം. നവകേരള സദസ്സിനെതിരെ DGP ഓഫീസിലേക്ക് KPCC-യും സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ചയും ഇന്ന് പ്രതിഷേധ മാർച്ചുകൾ നടത്തും. വ്യാപക പ്രതിഷേധവും സംഘർഷ സാധ്യതയും കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് തലസ്ഥാന ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. വിദ്യാർത്ഥി സംഘടനകൾ യോഗം തടയാനാണ് സാധ്യത. പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങളെ വൈസ് ചാൻസലർ അപമാനിച്ചെന്നാരോപിച്ച് ABVP പ്രവർത്തകർ ഇന്നും VC-ക്കെതിരെ പ്രതിഷേധിക്കും. കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജന്റെ വസതിയിലേക്ക് ABVP പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. പൂഞ്ചിലെ ഭീകരാക്രമണത്തിൽ വനമേഖലയിലെ തെരച്ചിൽ ശക്തമാക്കി സംയുക്ത സേന. സുരക്ഷാ സേന വധിച്ചത് ലഷ്കർ-ഇ-തൊയ്ബ പരിശീലനം നൽകിയ കൊടും ഭീകരൻ ക്വാരി എന്ന് സ്ഥിരീകരിച്ചു. ഭീകരർക്ക് പ്രാദേശിക സഹായം നൽകിയവർക്കായി അന്വേഷണം തുടരുകയാണ്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർക്ക് എങ്ങനെയാണ് സേനയുടെ അന്വേഷണം, ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്? വളരെ ശക്തമായിട്ടുള്ള തെരച്ചിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്
ഒരുപക്ഷെ നമുക്ക് ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു സാഹചര്യമല്ല ആ മേഖലയിൽ ഉള്ളത്. പ്രത്യേകിച്ച് കൊടും തണുപ്പിന്റെ ഒരു സാഹചര്യം വന്നതോടുകൂടി വനമേഖലയിലേക്ക് പ്രവേശിക്കാൻ പോലും ദുഷ്കരമാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആ ഘട്ടത്തിലാണ് ഈ ഗുഹകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭീകരർ ഒളിഞ്ഞിരിക്കുകയും തരം കിട്ടുമ്പോൾ പുറത്തിറങ്ങി നാട്ടുകാരെയും സേനാംഗങ്ങളെയും വധിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരമായിട്ടുള്ള അവരുടെ പ്രവൃത്തികൾ ഉള്ളത്. ഇത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതിനകം തന്നെ സംഘങ്ങളായിട്ട് തിരിഞ്ഞ് വനമേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ അത് രാപകൽ വ്യത്യാസമില്ലാതെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ പ്രാദേശികമായിട്ട് ചില സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായിട്ടുള്ള തെളിവുകളും സേനയുടെ പക്കലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരിൽ ചിലർക്ക് ഭീകരവാദ ബന്ധമുണ്ട് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പണം കൈപ്പറ്റി ഈ ഭീകരർക്ക് സഹായം നൽകി എന്ന നിഗമനമാണ് ഇപ്പോൾ സേനാംഗങ്ങൾ നടത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ തുടർന്ന് വരികയാണ്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാന നടപടികൾ NIA കൂടി അന്വേഷണം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ഉണ്ടാകും. ഈ ക്വാറിയാണ് കൊല്ലപ്പെട്ട ഭീകരൻ എന്നത് ഉറപ്പിക്കാൻ സാധിച്ചത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ എത്രത്തോളം ശക്തമായിരുന്നു എന്നും അതിലുള്ള പാകിസ്ഥാൻ ബന്ധം വ്യക്തമാക്കുന്നതുമാണ്. കഴിഞ്ഞ ദിവസം ചില നിഴൽ സംഘടനകളെ മുൻനിർത്തി ഈ പ്രധാനപ്പെട്ട സംഘടനകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ ക്വാരിയാണ് ഈ ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് എന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ സേനയ്ക്ക് വ്യക്തമാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും പൂഞ്ചിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെ ശക്തമായ തെരച്ചിൽ തന്നെയാണ് മേഖലയിൽ തുടരുന്നത്. രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ BJP നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ. ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വത്തിലാണ് യോഗം. സംസ്ഥാന അധ്യക്ഷന്മാർ, ദേശീയ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. ഇന്ത്യ സഖ്യത്തെ നേരിടാനുള്ള തന്ത്രങ്ങൾ യോഗത്തിൽ ആവിഷ്കരിക്കും. വികസന നേട്ടങ്ങൾ മുൻനിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചരണം ശക്തമാക്കാനാണ് തീരുമാനം. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും യോഗം വിലയിരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക തയ്യാറാക്കാൻ സമിതി രൂപീകരിച്ചു കോൺഗ്രസ്. P. ചിദംബരം സമിതി ചെയർമാനും TS സിംഗ് ദേവിനെ കൺവീനറായും നിയമിച്ചു. പ്രിയങ്ക ഗാന്ധി, ശശി തരൂർ, സിദ്ധരാമയ്യ, ജയറാം രമേശ് എന്നിവർ ഉൾപ്പെടെ 16 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും കോൺഗ്രസ് ഉടൻ കടക്കും. അതിനിടെ പ്രധാനമന്ത്രി മുഖത്തെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ രൂപപ്പെട്ട ഭിന്നത പരിഹരിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ ഇന്ത്യ സഖ്യ നേതാക്കളുമായി ഉടൻ ചർച്ച നടത്തും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഗസയിൽ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കണമെന്ന പ്രമേയം പാസാക്കി UN രക്ഷാസമിതി. 13 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. പ്രമേയത്തെ ആരും എതിർത്തില്ല. US-ഉം റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. റഷ്യ മുന്നോട്ട് വെച്ച ഭേദഗതി തള്ളി. പ്രമേയത്തിൽ വെടിനിർത്തൽ വേണമെന്ന ആവശ്യമില്ല. സമവായത്തിലെത്താനാകാത്തതിനാൽ 4 തവണ മാറ്റിവെച്ച പ്രമേയമാണ് രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചത്. വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം നേരത്തെ 2 തവണ അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. കൊല്ലം സിറ്റിയിലെ ട്രാഫിക് വാർഡന്മാർ നയിക്കുന്നത് ദുരിത ജീവിതം. ദിവസവേതനമായ 400 രൂപ പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. കൊല്ലം കോർപ്പറേഷൻ വഴി ശമ്പളം വിതരണം ചെയ്യണമെന്ന ആവശ്യം അധികൃതർ ചെവികൊണ്ടിട്ടില്ല. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയുമുള്ള 2 ഷിഫ്റ്റുകൾ. തുച്ഛമായ 400 രൂപയാണ് ഒരു ദിവസത്തെ ജോലിക്ക് വേതനമായി ഇവർക്ക് ലഭിക്കുന്നത്. വെയിലിലും മഴയിലും എല്ലാം ഇവർ കർമ്മനിരതരാണ്. മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ട്രാഫിക് വാർഡന്മാർക്ക് ശമ്പളം നൽകുന്നത്. കോവിഡിന് ശേഷം വരുമാനത്തിൽ ഇടിവുണ്ടായെന്ന് കാട്ടിയാണ് ശമ്പളം നൽകുന്നത് വൈകുകയും തുച്ഛമായ തുക മാത്രം ശമ്പളമായി നൽകുകയും ഇപ്പോൾ ചെയ്യുന്നത്. സാലറി കുറവായിട്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് സ്പോൺസേഴ്സ് ആണ്. പക്ഷേ സ്പോൺസേഴ്സ് പൈസ രൂപ കൊടുക്കുന്നില്ല. കാര്യം അവർ പറയുന്നത് കോവിഡിന് ശേഷം തകർച്ചയെന്ന് കയറി വരുന്നേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കാരണം ഒരു പൈസ രൂപ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പോയി നാണം കെട്ടിട്ട് തിരിച്ചു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദിവസവും 6 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്. ട്രാഫിക് വാർഡന്മാരിൽ പകുതിയിലേറെ പേരും സ്ത്രീകളാണ്. ഈ ജോലിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവരാണ് ഭൂരിഭാഗം പേരും. 35 മുതൽ 68 വരെ വയസ്സ് പ്രായമുള്ളവരാണ് ഈ മേഖലയിൽ ഇന്നുള്ളത്. മറ്റ് ജില്ലകളിൽ കോർപ്പറേഷനാണ് ട്രാഫിക് വാർഡന്മാർക്ക് ശമ്പളം നൽകുന്നത്.
കൊല്ലം കോർപ്പറേഷൻ പക്ഷേ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ചെല്ലുന്നിടത്തെല്ലാം നമുക്ക് കൃത്യമായിട്ട് അവർ ചെക്ക് തരാത്ത ഒരു ഇതാണ് പോരായ്മയാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് ചെന്ന് ചോദിക്കുമ്പോൾ അവർ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കൊല്ലം ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നവരാണ് ഇവരിലധികവും. 25 പേരാണ് നിലവിൽ ട്രാഫിക് വാർഡന്മാരായി ജോലി ചെയ്യുന്നത്. കൊല്ലത്ത് നവകേരള സദസ്സ് എത്തിയപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു. 24 കൊല്ലം. എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം 4 പേർക്ക് പരിക്കേറ്റു. ദേവസ്വം ബോർഡ് പാർക്കിംഗ് മൈതാനത്ത് നിന്ന് ബസ് സമീപത്തെ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എബിൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എബിൻ, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കീർത്തന, ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം വാഹനം പാർക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നിയന്ത്രണം വിട്ട് താഴെയുള്ള തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി വാഹനം കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 4 പേർക്കാണ് പരിക്കേറ്റത്. 12 പേരായിരുന്നു ഈ സമയത്ത് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടം, പരിക്കേറ്റ തീർത്ഥാടകരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. എബിൻ ജോസാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ശബരിമല വാർത്തകളിലേക്ക്. ശബരിമല സന്നിധിക്ക് ഉത്സവ ഛായ പകർന്ന് പോലീസ് സേനയുടെ കർപ്പൂരാഴി ഘോഷയാത്ര. സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഘോഷയാത്രയുടെ ഭാഗമായത്. താളമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പരിപാടി. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും കർപ്പൂരാഴിക്ക് അഗ്നി പകർന്നതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കം. കർപ്പൂരാഴിക്ക് പുലിവാഹനമേറിയ അയ്യപ്പനും ദേവതകളും കാവടിയാട്ടവും വിളക്കാട്ടവും മയിലാട്ടവും ഒക്കെ അകമ്പടിയേകി. കൊടിമരച്ചുവട്ടിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മാളികപ്പുറത്തും നടപ്പന്തലിലും വലം വെച്ച് 18-ാം പടിക്ക് താഴെ സമാപിച്ചു. ദേവതാരൂപങ്ങളും ദീപക്കാഴ്ചയും വർണ്ണക്കാവടിയും വാദിമേളങ്ങളും അണിനിരുന്ന ഘോഷയാത്ര ഭക്തസഹസ്രങ്ങൾക്കും ഉത്സവ കാഴ്ചയായി. 24 സന്നിധാനം. തുടർച്ചയായ 5-ാം ദിവസവും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. പമ്പയിൽ നിന്ന് ഘട്ടം ഘട്ടമായാണ് ആളുകളെ കടത്തിവിടുന്നത്. വാരാന്ത്യമായതിനാൽ തിരക്ക് വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലാണ് അധികൃതർ. മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കും. രാഹുൽ സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന്. രാഹുൽ, ദിനംപ്രതി തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. എല്ലാ സജ്ജീകരണങ്ങളും തിരക്കിനെ നിയന്ത്രിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കീർത്തന, ഇന്നും വൻ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ വലിയ ക്യൂ നീണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ ക്യൂ നീണ്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കഴിഞ്ഞ 5 മണിക്കൂറിൽ 22,402 പേരാണ് 18-ാം പടി ചവിട്ടിയിട്ടുള്ളത്. 4,200 മുതൽ 4,500 വരെ തീർത്ഥാടകർ ഓരോ മണിക്കൂറിലും 18-ാം പടി ചവിട്ടിയ ശേഷം ദർശനം നടത്തുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഇന്നലെ സ്കൂൾ കോളേജുകൾ കൂടി അടച്ചൊരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് വലിയ തിരക്ക്, കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് വലിയ തിരക്ക് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോഴും ലഭിക്കുന്ന വിവരം. ഈ തിരക്ക് വർദ്ധിച്ചതോടുകൂടി തന്നെ പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങൾക്കൊടുവിൽ മാത്രമാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും എരുമേലി ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിലും നിയന്ത്രണം തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി മല ചവിട്ടി
എത്തിയ തീർത്ഥാടകർ ഇവിടെ വിരിവെച്ച് തുടരുകയാണ്. നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവർ മലയിറങ്ങുക. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ ആളുകളെ ഉൾക്കൊള്ളുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ പരമാവധി ആളുകൾ ഇവിടെ നിന്നും മലയിറങ്ങിയാൽ മാത്രമാണ് കൂടുതൽ ആളുകളെ പമ്പയിൽ നിന്ന് ഉൾപ്പെടെ ഇവിടേക്ക് കടത്തിവിടാനാകൂ എന്നാണ് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സന്നിധാനത്തിന് സമീപമുള്ള ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ്. നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ഈ ഫ്ലൈ ഓവറിൽ നിൽക്കുന്ന ഒരു കാഴ്ചകൾ കൂടിയാണ് രാവിലെ സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്താണെങ്കിലും തിരക്ക് വർദ്ധിക്കുമ്പോഴും നിയന്ത്രണ വിധേയമായി തന്നെ കാര്യങ്ങൾ തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഇനി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പ്രത്യേക ക്യൂ സംവിധാനം കുട്ടികൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ നടപ്പന്തലിലും അതോടൊപ്പം തന്നെ 18-ാം പടി കയറി വരുന്ന ഭക്തജന തിരക്ക് തുടരുകയാണ്. അതേസമയം ഇന്ന് തങ്കഅങ്കി ഘോഷയാത്ര ഇന്ന് രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാവുന്നുണ്ട്. രാഹുൽ സുരേഷാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ക്രിസ്മസ് വാർത്തകളിലേക്കാണ്. ക്രിസ്മസിന് ഒരുങ്ങി ലോകം. ഭീമൻ ക്രിസ്മസ് ട്രീ തയ്യാറാക്കി ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങുകയാണ് പാലക്കാട് ധോണി ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികൾ. പാഴായി പോകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് ഇവർ 14 അടിയോളം ഉയരമുള്ള ട്രീ നിർമ്മിച്ചത്. വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച കേക്കുകൾ വീടുകളിൽ എത്തിക്കുന്നുവെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് 14 അടി ഉയരത്തിലാണ് കോളേജിലെ ഗ്രീനിംഗ് ലോട്ട് സംഘം ക്രിസ്മസ് ട്രീ തയ്യാറാക്കിയത്. പാലക്കാട് നഗരത്തിലെ ഹോട്ടലുകൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവിടങ്ങളിലെത്തി കുപ്പികൾ നേരിട്ട് ശേഖരിച്ചാണ് ട്രീ നിർമ്മാണം ആരംഭിച്ചത്. 55 നിരയായാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇരുമ്പ് ഫ്രെയിമിൽ അടുക്കി വെച്ചത്. DJ ലൈറ്റുകൾ കൂടി ഘടിപ്പിച്ചതോടെ മനോഹരമായ ട്രീ തയ്യാർ. ആശയം ഉണ്ടായത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ ലീഡിൻ്റെ തൊമ്മൻ്റെ പിള്ളേരാണ്. അപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾ ഗ്രീനിംഗ് ലോട്ടിൻ്റെ പിള്ളേർ ഗ്രൂപ്പായിട്ട് ചെയ്തൊരു വർക്കാണ് ഈ ഇപ്പോൾ നിങ്ങൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്ത് തീർത്തതിൽ ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനമുണ്ട്. ട്രീ ആദ്യമായിട്ടാണ് ഇവരിങ്ങനെ ഒരു സജഷൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്കത് തന്നെയുള്ള പണി, യെസ് പറയാന്നുള്ളത് മാത്രമല്ല. ഇന്നാണ് ശരിക്കും ക്രിസ്മസ് സെലിബ്രേഷൻ. വൈകുന്നേരമാണ്. കരോളും കലാപരിപാടികളും ബാക്കിയുള്ള എല്ലാം കൂടെ വെച്ച് എല്ലാത്തിനും ആഘോഷിക്കാമല്ലോ. ആഘോഷം നല്ലതാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ശേഷം ഇതേ കുപ്പികളിൽ ചെടികൾ നട്ടു വളർത്താനാണ് കുട്ടികളുടെ തീരുമാനം. ഇവർ തന്നെ സ്വന്തമായി നിർമ്മിക്കുന്ന കേക്കുകൾ വീടുകളിലേക്ക് എത്തിക്കുന്നുവെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. കോളേജിന് സമീപത്തെ വീടുകളിലേക്കും വിദ്യാർത്ഥികൾ ഒരുക്കിയ കേക്ക് സൗജന്യമായി നൽകുന്നുണ്ട്. പാലക്കാട്. എക്വാകൾച്ചർ സൊസൈറ്റി വഴിയുള്ള വിത്ത് വിതരണം താളം തെറ്റിയതോടെ കാസർഗോഡ് കവ്വായി കായലിലെ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഇടനിലക്കാർ വിത്ത് വിതരണത്തിൽ ചൂഷണം നടത്തുന്നുവെന്നാണ് കർഷകരുടെ പരാതി. ഇതോടെ നിരവധി കർഷകരാണ് ഈ വർഷം കല്ലുമ്മക്കായ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുന്നത്. കുടുംബശ്രീ കൂട്ടായ്മകൾ ഉൾപ്പെടെ 2000-ലധികം കർഷകരാണ് കവ്വായി കായലിൽ കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് വിത്ത് വാങ്ങി കൃഷി ചെയ്യുന്നവരാണ് ഏറെയും. ഇടനിലക്കാരുടെ ചൂഷണം തടയുന്നതിനു വേണ്ടി ഇത്തവണ സൊസൈറ്റി മുഖേന വിത്ത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഒരു ചാക്കിന് 4200 രൂപ നിരക്കിൽ വിത്തെത്തിച്ച് നൽകാമെന്നാണ് സൊസൈറ്റി കർഷകർക്ക് ഉറപ്പു നൽകിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ സൊസൈറ്റിയുടെ വിത്ത് വിതരണം പാളി. ഇതോടെ വീണ്ടും ഇടനിലക്കാർ കളം പിടിച്ചു. നവംബർ 20 മുതലേ സൊസൈറ്റി ഈ മത്സ്യപ്പെട്ട് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അതിനപ്പുറം ചെയ്യാൻ പാടില്ല, നിങ്ങളെല്ലാം ആക്ഷൻ എടുക്കുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതുപോലെ കേട്ടു. സൊസൈറ്റി എന്തായാലും വിത്ത് തരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ കേട്ടു, അതുപോലെ നിന്നു. ഈ സാഹചര്യത്തിൽ ആ നവംബർ മാസം കഴിഞ്ഞു ഡിസംബർ ആകുമ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് വിത്ത് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവർ പറഞ്ഞ് ഞങ്ങൾ വിത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഇനി നിങ്ങൾക്ക് വിത്ത് കിട്ടും, ഞങ്ങൾ വിത്ത് തരും എന്നൊരു അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും നമുക്ക് വിത്ത് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ 2000-ഓളം കർഷകരുണ്ട് മൊത്തത്തിൽ. 6000 രൂപ നിരക്കിലാണ് ഇടനിലക്കാർ വിത്ത് നൽകുന്നത്. ഇതോടെ നഷ്ടം ഭയന്ന് പലരും കൃഷി തന്നെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. പ്രശ്നപരിഹാരത്തിന് ഫിഷറീസ് വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. 24 കാസർഗോഡ്.
കാട്ടുപന്നി ശല്യം സഹിക്കാനാവാതെ കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലി കെട്ടിയപ്പോൾ അറിഞ്ഞിരുന്നില്ല മനുഷ്യർക്കാണ് പന്നികളേക്കാൾ ക്രൂരതയെന്ന്. കോഴിക്കോട് വെള്ളനൂരിനെ വിരിപ്പിൽപ്പാടത്തെ കമ്പിവേലികളാണ് സാമൂഹിക വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചത്. സംഭവത്തിൽ പാലോളി അഖിൽ പോലീസിൽ പരാതി നൽകി. പാലോളി അഖിലിനും ഭാര്യ അമൃതയ്ക്കുമാണ് ദുരനുഭവം. വിരിപ്പിൽപ്പാടത്തെ സ്വന്തമായുള്ള 35 സെന്റ് വയലിന് ചുറ്റും ഒരാഴ്ച മുമ്പാണ് കമ്പിവേലി കെട്ടിയത്. വയലിലെ കപ്പയും പച്ചക്കറികളും കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുന്നത് പതിവ് സംഭവമായതോടെ ശല്യം ചെറുക്കാനാണ് വലിയ ചെലവ് വരുന്ന കമ്പിവേലി കെട്ടിയത്. വേലി കെട്ടിയതോടെ പന്നിശല്യം കുറഞ്ഞത് ആശ്വാസമായിരുന്നു. ഇതിനിടയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കമ്പിവേലിയുടെ ഒരു ഭാഗം തകർത്ത നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി ശേഷിച്ച കമ്പിവേലികളും സാമൂഹ്യ വിരുദ്ധർ തകർത്തു. വൻ നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഞായറാഴ്ചയായിരുന്നു കെട്ടിയത്. കെട്ടി ഞങ്ങൾ അന്നൊരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ തന്നെ കെട്ടിയതിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് ഏരിയ പൊളിച്ചിട്ട രീതിയിലാണ് പിറ്റേ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതങ്ങനെ കണ്ടപ്പോഴും കുറച്ച് ഏരിയ അല്ലേ, അപ്പം അടുത്തു കൂടെ നടക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു ഏരിയ അവിടെ നിന്നോട്ടെ, തൽക്കാലം കുറച്ച് ഇറക്കി മാറ്റി കെട്ടാലോ എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോഴാണ് ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഇത് സംഭവം ഉണ്ടായത്. കുറേ പേര് ചേർന്ന് നശിപ്പിച്ച രീതിയിലാണ് കണ്ടത്. ശരിക്കും പന്നീനെ പേടിച്ച് കെട്ടിയിട്ടുള്ള കമ്പിവേലി ആണെങ്കിൽ കൂടെ പേടിക്കണം, മനുഷ്യരെ തന്നെ പേടിക്കണം, പന്നികളല്ല അതിനേക്കാൾ വലുത് എന്നുള്ള രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ജീവനക്കാരനായ അഖിൽ ജോലിക്കിടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളാണ് ഭാര്യയ്ക്കൊപ്പം കൃഷിക്കായി വിനിയോഗിക്കുന്നത്. കമ്പിവേലികൾ പൂർണ്ണമായി തകർക്കപ്പെട്ടതോടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കുന്നമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.